ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ പീച്ചി ഡാമിലേക്ക്. അതുകൊണ്ട് തന്നെ ദിവസം എന്ന് പറഞ്ഞ പോലെ കല്യാണിക്ക് പീച്ചി ഡാം കാണാൻ പോകണം കേട്ടോ. കല്യാണി ഡാം കാണാൻ പോകണം എന്ന് പറയുന്നതിന് രണ്ട് കാരണങ്ങളേ ഉള്ളൂ കേട്ടോ. അതിലാദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിൽ തനിയെ കയറാനും ഒഴുകാനും ഒന്നും കല്യാണിക്ക് ഒരു പേടിയില്ല കേട്ടോ. മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കല്യാണിക്ക് കുറച്ച് പേടിയാണ്. ഇതിൽ എത്ര കയറി ഒഴുകാനും കല്യാണിക്ക് ഒരു മടുപ്പും ഉണ്ടാവില്ല കേട്ടോ. എത്ര നേരം വേണമെങ്കിലും ഇതിൽ കളിച്ചോളും കല്യാണി. കല്യാണിക്ക് ഡാമിലേക്ക് വരണം എന്ന് പറയുന്നതിന് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഐസ്ക്രീം. കല്യാണി ഡാമിൽ വന്ന് ഐസ്ക്രീം കഴിക്കാൻ വളരെ ആസ്വദിച്ചാണ് കേട്ടോ. വീട്ടിൽ വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞാലൊന്നും കല്യാണിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇവിടെ വന്ന് ആസ്വദിച്ച് കാഴ്ചകൾ കണ്ട് കഴിക്കണം. അങ്ങനെ കല്യാണിയുടെ കളിയും ഐസ്ക്രീം കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴാണ് എന്നെയും ഏട്ടനെയും വളരെയധികം നൊസ്റ്റു പഠിപ്പിച്ച ഒരു സംഭവം കണ്ടത് കേട്ടോ. ഇതാണ് കേട്ടോ മുള്ളമ്പഴം. ഞാനും ഏട്ടനൊക്കെ വളരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ അത്. പക്ഷെ ഇതിപ്പോൾ കണ്ടപ്പോൾ വളരെയധികം എന്തോ സന്തോഷം തോന്നിയിട്ടാണ്. അപ്പോൾ ഞാനൊരു ഇലയൊക്കെ പറിച്ചിട്ട് ഏട്ടനോട് പറഞ്ഞു നമുക്ക് കുറച്ച് പറിച്ച് കൊണ്ടുപോയിട്ടാന്ന് പറഞ്ഞു. പക്ഷെ കഴിക്കുകയൊന്നുമില്ല, പക്ഷെ എന്നാലും അതൊരു വളരെയധികം സന്തോഷം കണ്ടപ്പോൾ. അപ്പോൾ ഞാനത് പറിക്കണ്ട. അപ്പോൾ കല്യാണി എന്താണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കല്യാണിയോട് പറഞ്ഞത് ഇത് വിഷക്കായാണെന്നാണ്. അവൾ കഴിക്കാൻ ചോദിച്ചപ്പോഴും കൊടുത്തില്ല. അത് വിഷക്കായാണെന്നാണ് പറഞ്ഞത്. കാരണം അവൾ ചിലപ്പോൾ വഴിയിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും കായ്കൾ കാണുമ്പോൾ പറിച്ച് തിന്നാലോ എന്നുള്ള പേടി കൊണ്ട് അവളുടെ അടുത്ത് അത് കഴിക്കാൻ പറ്റുന്നതല്ല, വിഷക്കായാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറേയധികം അതൊക്കെ മുള്ളമ്പഴമൊക്കെ പറിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.